ഹായ് നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഈ സിനിമ എന്താണെന്നുള്ളത് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കണ്ടു. പുള്ളി ഈ സിനിമയെ പറ്റി പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും അതായിരുന്നു എൻ്റെ ആദ്യത്തെ എല്ലാ ആൾക്കാരും കാണിക്കേണ്ട ഒരു റിവ്യൂ അതായിരുന്നു. അല്ലാണ്ട് കുറേ ആൾക്കാർ അത് ഇത് റിവ്യൂ പറയണേക്കാളും നല്ലത് വ്യക്തമായിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ കേട്ടിട്ട് മുന്നേക്ക് പോകാം. പടം കണ്ടിരിക്കാൻ കുഴപ്പമില്ല, ഇഷ്ടപ്പെടും. ഇത് ഒരു ഇന്ത്യൻ സിനിമ ചരിത്രവും നമുക്ക് പറയാൻ പറ്റില്ല. പൃഥ്വിരാജ് നല്ല ഡയറക്ടറാണ്. ലാലേട്ടന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. കൂടെ അഭിനയിച്ചിട്ടുള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ല ബെറ്റർ സിനിമ ലൂസിഫർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. സിനിമ കൊള്ളില്ലെന്ന് ഞാൻ പറയില്ല, നല്ല സിനിമയാണ്. പക്ഷെ ഇതിലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലൂസിഫറാണ്. പടം ലാഗാണ്. പടം നമ്മൾ ഉദ്ദേശിച്ച കണക്ക് അത്ര ഹൈപ്പുള്ള ഒരു സിനിമയല്ല. പക്ഷെ പടം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ മലയാളത്തിന് പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KGF, ബാഹുബലി പോലുള്ള ഒരു വമ്പൻ സിനിമയുടെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പാൻ ഇന്ത്യ ലെവലിലേക്ക് വരാൻ സാധ്യത കുറവാണ്. പിന്നെ പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറയട്ടെ. കാരണം നമ്മളൊരു സിനിമ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും റിവ്യൂ പറയില്ല. സിനിമയെ നന്നായി നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇത്ര നന്നായിട്ട് റിവ്യൂ വരാൻ പറ്റുള്ളൂ കേട്ടോ. ചേട്ടൻ നല്ല മാന്യമായ മറുപടി പറഞ്ഞു കേട്ടോ. ആറാട്ടണ്ണനെ വിളിച്ച് ഇതുപോലുള്ള മറുപടിക്ക് റിവ്യൂ ചോദിക്കണം പറയും. ഇങ്ങനെയുള്ള ചേട്ടന്മാരൊക്കെ മുന്നോട്ട് വരട്ടെ കേട്ടോ. വളരെ വ്യക്തമായിട്ടുള്ള മറുപടി. നോക്ക്, ഇത്രയും വൃത്തിക്ക് ഒരു റിവ്യൂ ഈ സിനിമയെ പറ്റി ഞാൻ വേറെ എവിടെയും കേട്ടില്ല. ഇതാണ് അധികം സമയമില്ല, 1 മിനിറ്റ് അവരെ എടുത്തിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള റിവ്യൂ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എമ്പുരാൻ വിവാദം വീണ്ടും വീണ്ടും കത്തി നടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കളക്ഷനൊക്കെ അവർ പിടിച്ചു കേട്ടോ. കളക്ഷൻ അതിൻ്റെ മുടക്കുമുതലൊക്കെ പിടിച്ചെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തുകൊണ്ട് ഇത് അപ്പം ഇതിനകത്ത് ഞാൻ പറയണതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഓക്കെയാണ്, സിനിമ ഒരു ക്വാളിറ്റി സിനിമയാണ്. അതിൽ ഞാനിപ്പോഴും അന്നും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നു. പക്ഷേ ഞാൻ പറയാൻ കാര്യം ഇപ്പോഴും പല ആൾക്കാരും ഈ അശ്വന്ത് ഗോഖിൻ്റെ ഒക്കെ കമൻറ്റിൽ ഇപ്പോൾ ഇടുന്നുണ്ട്, ഇതൊരു നല്ല സിനിമയാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ മോശം പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലത്തെ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ഒരാളുടെ ഒരു റിവ്യൂവറിൻ്റെ ശരിക്കുള്ള റിവ്യൂ മൊത്തത്തിൽ നിങ്ങൾ കേൾക്കരുത്. വെറുതെ നല്ലതാണോ മോശമാണെന്ന് മാത്രം പറയണത് നിങ്ങൾ കേൾക്കരുത്. കാര്യം ഇതിനകത്ത് നമ്മുടേതായ ഒരു ഇൻറ്റൻഷൻ വേണം. നമ്മുടേതായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് പല കാര്യത്തിലും വേണം. ഒന്ന്, ഈ സിനിമ ഇറങ്ങുന്നത് കേരളത്തിലാണെന്നുള്ളൊരു ധാരണ നമുക്ക് വേണം, മലയാളത്തിലാണ്. രണ്ട്, ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്നുള്ളത്, പുള്ളിയുടെ വിഷൻ എങ്ങനെയാണ്, പുള്ളിയുടെ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ലാലേട്ടനെ പോലെ ഒരാൾ അസോസിയേറ്റ് ചെയ്യുന്നു, മുരളി ഗോപിനെ പോലെ ഒരാൾ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നു, അതേപോലെ ബാക്കി സുജിത് വാസുദേവിനെ പോലെ ഒരാൾ DOP ചെയ്യുന്നു. അങ്ങനെ പല മേഖലകളും ഇതിനകത്ത് ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് ഇറക്കുന്നത്. അപ്പോൾ അത് 3 മണിക്കൂറുള്ള സിനിമയും കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും വലിയൊരു സിനിമ ഇവർ ഇറക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം ഇതിനകത്ത്. ഇത് സാധാരണ അന്യഭാഷകളിൽ നിന്നും നമ്മൾ കാണുന്ന പോലെ വെറും ഒരു മസാല തട്ടുകൊളുപ്പും പടമാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ധാരണ നമുക്ക് വേണം. അപ്പോൾ ഒരാൾ വന്നിരുന്നേച്ച്, ഒരു റിവ്യൂവർ വന്നിരുന്നേച്ച് ഇത് മോശം എന്ന് പറയുമ്പോൾ അത് മോശം മാത്രമല്ല, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയും കൂടി നമുക്ക് വേണ്ടതായിരുന്നു. അതാണ് പല ആൾക്കാർക്ക് ഇതിനകത്ത് ഇല്ലാതെ പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു ലൂസിഫർ അതുപോലത്തെ ഒരു സിംഗിൾ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു ഐറ്റം അല്ല ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ പല സൈഡുകളും ഇഷ്ടപ്പെടാനും ലെയേഴ്സും പല കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്റ്റോറിയാണ്. ഒരു ധാരണ റിവ്യൂ കേൾക്കുന്ന ആൾക്കാർക്കും ഓരോ സിനിമകളെ പറ്റിയും ഓരോ റിവ്യൂ പറയുമ്പോൾ ആ സിനിമകളെ പറ്റി നമുക്കൊരു ധാരണ ആദ്യം വേണം. അത് കഴിഞ്ഞിട്ട് ശേഷം ഓരോ റിവ്യൂവറിൻ്റെ കാര്യങ്ങൾ അസസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിതിനകത്ത് മനസ്സിലായ ഒരു കാര്യം. പിന്നെ പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ സിനിമയ്ക്ക് പറ്റിയ ഒരു സ്റ്റോറി തന്നെയാണോ നിങ്ങൾ ഇതിനകത്ത് ചൂസ് ചെയ്തത്? അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഒരു പാൻ ഇന്ത്യ സിനിമ ഇത്രയും പൈസ മുടക്കുന്നു, ഫസ്റ്റ് പാർട്ട് ലൂസിഫർ പോലെ ഒരു വലിയ പാർട്ട് ചെയ്യുന്നു, ഇലുമിനാറ്റി എന്ന് പറഞ്ഞൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു, എബ്രാം ഖുറേഷി എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാരക്ടർ ബിൽഡപ്പ് നടത്തുന്നു, അതേപോലെ ഇതിൻ്റെ ക്യാരക്ടർ റിവീൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു ഇതിൻ്റെ പ്രൊമോഷനായിട്ട്. ഹോളിവുഡിലെയും ബോളിവുഡിലുള്ള ആക്ടേഴ്സിനെയൊക്കെ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നു. എല്ലാത്തിനും നല്ല ഹൈ സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതില്ലാന്നല്ല. എല്ലാവർക്കും അതിൻ്റെതായ സ്പേസ് ഉണ്ട്, നല്ല റെസ്പെക്ട് കൊടുത്ത് തന്നെയാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആൾക്കാർ ഈ എന്താ പറയണ്ടേ, ഒരു വലിയ വേൾഡാണ്. സ്റ്റീഫൻ ഇവിടുന്ന് പോകുന്നു, ഇവിടുന്ന് സ്റ്റീഫൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു, അവിടുന്ന് സ്റ്റീഫൻ പോകുമ്പോൾ വേറൊരു തലത്തിലേക്കുള്ള ചിന്തകളിലേക്കാണ് സിനിമ പോകുന്നത്. അങ്ങനെ ഒരു ബിൽഡപ്പ് നടത്തി. പക്ഷെ നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് വെച്ച് ഒരു നാടൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഒത്തിരി ആൾക്കാർ പ്രതീക്ഷിച്ചത്. പിന്നെ അത് കബൂക ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ടീമിനെ കാണിക്കുന്നുണ്ട്, എബ്രാം ഖുറേഷിക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ചലഞ്ചസ് കൊടുക്കാൻ പറ്റുന്നത്. അവരുമായിട്ടൊന്നും ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. പക്ഷേ അവരുമായിട്ടുള്ള സീൻസൊക്കെ എടുത്തിരിക്കുന്ന ലൊക്കേഷൻസൊക്കെ നല്ല രസമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് നിസ്സാരമായിട്ടൊക്കെ തീർത്ത് കളഞ്ഞു. ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ വേണമെങ്കിൽ ആ സീൻസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ഇറക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാര്യം ഈ സിനിമ ഇപ്പോൾ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ പൈസ കളക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാര്യം കുറേ ആൾക്കാർ ആദ്യം സിനിമ കണ്ടു, പിന്നെ ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് പറയുന്നു. പിന്നെ വേറൊരു ഗ്യാങ്, വേറൊരു ആൾക്കാർ, സിനിമ പോലും കാണാത്ത കുറേ ആൾക്കാർ വീണ്ടും ഇത് കാണണം, ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് വീണ്ടും പ്രൊമോഷൻ നടത്തുന്നു. ഇനി അത് കട്ട് വരുത്തിയതിന് ശേഷം വീണ്ടും അത് കാണാൻ വേണ്ടി ആൾക്കാർ കയറുന്നു. അങ്ങനെ ഈ പൈസ മുടക്കി തിരിച്ചു പിടിക്കാൻ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണോ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഉള്ളത്? അതോ നമ്മുടെ സിനിമ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിലൂടെ സംസാരിച്ച് അതിന് വലിയൊരു ട്രീറ്റ്
ആൾക്കാർക്ക് കൊടുത്ത് അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ മുടക്കുമുതൽ കിട്ടുമായിരിക്കും, പക്ഷേ ഈ സ്റ്റോറിനെ വേറെ തലത്തിലേക്ക് മാറ്റിയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ എത്രയോ വലിയ ഹിറ്റ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടിയേനെ. കാര്യം ഇപ്പോൾ വലിയ സിനിമകളൊന്നും ഇറങ്ങുന്നില്ല. ആ പഴയ സിക്കന്ദർ ഇറങ്ങി അതും കാശിന് കൊള്ളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര വലിയ സാധ്യതകളാണ് അതിനകത്തൂടെ ഇല്ലാണ്ടാക്കിയത്, മനസ്സിലായി. ഇപ്പം ഈ സ്റ്റോറി ഇറക്കിയിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ സ്റ്റോറി കണ്ട കാര്യങ്ങളൊന്നും അല്ല ഈ സിനിമയെ വിലയിരുത്തിയത്. നമ്മൾ സിനിമയായിട്ട് തന്നെയാണ് കണ്ടത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്ന് പറയുന്നത് ഒരു കലാപമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള റീസൺ അവിടെ ബാക്കി എന്തൊക്കെ നടന്നു എന്നുള്ള സ്റ്റോറിയും കൂടി കാണിക്കണം. ഇപ്പോൾ ഗോദ്ര സംഭവം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും അറിയാം. ഇപ്പോൾ ഇന്നലെ തന്നെ അതിനകത്ത് കമൻറ്റ് കണ്ടതിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനലിൽ ഈ ഗോദ്ര സംഭവം പുള്ളി വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി അതിനെ പോയി പഠിച്ച് അവിടെ സംസാരിച്ചിട്ട് തന്നെ ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഇതൊരു സ്റ്റോറിയല്ല, ഇതൊരു ഹിസ്റ്ററിയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് സ്റ്റോറി ഇടണമായിരുന്നു. അത് നടന്നത് എന്തുകൊണ്ട്, അത് എങ്ങനെയാണ്, അതിൽ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്ത തീരുമാനം, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, എത്ര പേരെ ശിക്ഷിച്ചു, അപ്പോൾ അതിനകത്ത് പൊരുളുണ്ടോ അല്ലെങ്കിൽ ഇല്ല നുണക്കഥയാണോ, ഇതിനെപ്പറ്റിയൊക്കെ ഫുൾ കാര്യങ്ങളിവിടെ ഹിസ്റ്ററി ആയിട്ടുള്ളപ്പോൾ ഒരു കാര്യം മാത്രം കാണിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടെന്നുള്ളതാണ്. അത് ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ, ഇത്രയും വിഷനോടുകൂടി നിങ്ങളൊരു ഡയറക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. ആ സ്റ്റോറിക്ക് അവിടെ എന്താണ് പ്രസക്തി, എന്തായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൈസ തിരിച്ചു കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളെ ആസ് എ ഡയറക്ടർ എന്നുള്ള ഒരു സ്വന്തം ഇഷ്ടം പോലെ തന്നെ ഒരു വലിയ ഡയറക്ടർ ആവുന്നുണ്ടാവും. പക്ഷേ ഒരു ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് വലിയ രീതിയിൽ ഉണ്ടാക്കി പൈസ ജസ്റ്റ് ആ റിട്ടേൺ തിരിച്ചു കൊടുക്കുക, അതിങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുക, കുറേ ആൾക്കാരുടെ കമൻസും കുറേ ആൾക്കാരുടെ ഇതേപോലെ ക്രിറ്റിസിസം വന്ന് ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ള അതിനേക്കാളും എത്രയോ വലിയ രീതിക്കാണ് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിനെ നമ്മളെപ്പോലെ ആൾക്കാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം. മാക്സിമം ഇവിടെയുള്ള ആൾക്കാർ ഓൾറെഡി ഇവിടെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പല കാര്യങ്ങൾക്കും അങ്ങോട്ടും വാക്കുപോരുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അതിനെ വിറ്റ് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ വിറ്റ് അവരെ കളിയാക്കുക എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി എടുത്ത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ലാലേട്ടനെ കൊണ്ട് മാപ്പ് എഴുതിക്കുക അല്ലെങ്കിൽ ലാലേട്ടൻ ഖേദം പ്രകടിപ്പിക്കുക, ഇതിൻ്റെയൊക്കെ എന്ത് കാര്യം ഇരിക്കണു? ഇതിപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ സിനിമ ഇങ്ങനെയൊക്കെ ചർച്ചകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സിനിമ നമ്മൾ ഇറക്കുമ്പോൾ അതിനെ യൂസ് ചെയ്തല്ല നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടത്. സിനിമ എന്ന് പറഞ്ഞ തലം എന്ന് പറഞ്ഞാൽ വേറെ തലത്തിലേക്ക് പൃഥ്വിരാജിനെ പോലെ ഒരാൾ ഈ രീതിയിലൊക്കെ ഇങ്ങനെ ചുരുങ്ങി പോകാണ്ട് കുറേ കൂടി വലിയ രീതിയിലുള്ള സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി ഒരു KGF പോലെ, അല്ലെങ്കിൽ KGFൻ്റെ ഒക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, അതിന് എത്ര വലിയ വേൾഡാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ സ്റ്റോറി കൊണ്ടുപോയി ഒരു വലിയ തലത്തിലേക്ക് പ്രതിഷ്ഠിക്കും എന്നുള്ളതായിരുന്നു നിങ്ങൾ എന്നുള്ള ഡയറക്ടറിലൂടെ വിശ്വസിച്ചത്. പക്ഷേ സ്റ്റോറി ബേസിൽ ഞാൻ പറഞ്ഞ മേക്കിംഗ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ സ്റ്റോറി ഒന്ന് മാറ്റി പ്ലോട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും വലുതായിട്ട് നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയാണ്. ഇപ്പോൾ കിട്ടുന്ന ഈ തല്ലുകൂടിയുള്ള പൈസ ആയിട്ടല്ലോ, തല്ലുകൂടി അവിടെ തെറി പറഞ്ഞ് തിരിച്ച് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ സിനിമയ്ക്ക്, അതിനേക്കാൾ അത് യൂസ് ചെയ്യാൻ നോക്കില്ല എന്നുള്ള ഒരു സംഭവം എനിക്കുണ്ട്. അതിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ആശന്തമൊക്കെ പറഞ്ഞതിൽ ഞാൻ ഇഷ്ടപ്പെട്ടു. കാര്യം പുള്ളി പറഞ്ഞതാണ് എബ്രാം ഖുറേഷി ഇവിടെ കിടന്ന് ഈ നാടൻ തല്ലുന്ന ടീമാണോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ എബ്രാം ഖുറേഷിക്ക്. പുള്ളി വിചാരിച്ച ഇതിനേക്കാളും വലിയ ഈസി ആയിട്ട് പരിപാടി നടത്താൻ കെൽപ്പുള്ള ഒരാളാണ്. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് പറഞ്ഞു, ആ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് അത് പഞ്ചില്ലായിരുന്നു. പഞ്ച് ആ പണം ഞാനിപ്പോൾ ഉള്ള പറയല, ആ സീൻ എനിക്ക് തോന്നിയത് ആ ഫൈറ്റ് തുടങ്ങുമ്പോൾ ഒരു പഞ്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവർ വീണ്ടും ആ പഞ്ചിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് കാലെടുത്ത് വെക്കുന്ന രണ്ടുപേരുടെ സീൻസും പിന്നെ പൃഥ്വിരാജ് അവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ ഇവിടെ ഇതുവരെയും കാണിക്കാത്ത രീതിയിലുള്ള ഫൈറ്റ് കാണിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ആ ഫൈറ്റ്, ആ ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ പഞ്ചിനകത്ത് BGM ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, പക്ഷെ അത് നല്ല രീതിയിൽ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് അതാണ് അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് അറിയണം നിമിഷം ഞാൻ ശരിക്കും ഒരു താല്പര്യമില്ലാണ്ട് പോയി. കാര്യം നമ്മൾ ആദ്യമായിട്ട് FDF കാണുമ്പോൾ വാച്ച് നോക്കിയാണ്ടിരിക്കുന്നത്, ഇപ്പോൾ തീരാറായല്ലോ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് എന്നൊക്കെ തോന്നിപ്പോയി. അത് ഒരു പഞ്ചില്ലാണ്ട് പോയി. ബട്ട് പടം ഓവറോൾ നല്ല പടമാണ്, ക്വാളിറ്റിയുള്ള സിനിമയാണ്. ഇപ്പം ഇത്രയും വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഇതിനകത്ത് ഇല്ലായിരുന്നു. ഇത്രയും വലിയൊരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി സിനിമയാണ് ഇത് വരുന്നത്, ഹിസ്റ്ററി തന്നെയാണ് ഈ സിനിമ പ്ലോട്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ സ്റ്റോറി ആയിട്ട് ചെയ്യുക എന്ന് തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പേടിയില്ല എന്ന് പറയുമ്പോൾ, ധൈര്യം എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റോറി എടുക്കാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത്, അല്ലാണ്ട് ഒരു കാര്യം മാത്രം കാണിച്ചിട്ടുള്ള ധൈര്യം അല്ല കാണിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ കേരളത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് ഇത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ബാക്കി ഫുൾ സ്റ്റോറി എടുക്കാനുള്ള ധൈര്യം വേണം. അപ്പോൾ കേരളത്തിൽ ഇരുന്ന് ഫുൾ സ്റ്റോറി എടുക്കാൻ ധൈര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ കേരളത്തിൽ വേറെ വല്ല പ്രശ്നമുണ്ടോ? അത് ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. കേരളത്തിൽ വേറെ വല്ല പ്രശ്നമുണ്ടോ? കേരളത്തിൽ ഇരുന്ന് നമ്മൾ ഇത്രയും വലിയ സ്റ്റോറി എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റോറി എടുക്കാണ്ടിരിക്കാനുള്ള കാരണം കേരളത്തിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും? അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് അത്ര അതിനകത്ത് പറയാനുള്ളൂ. ടോട്ടൽ സിനിമ ഇഷ്ടപ്പെടും, നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണണം. ഇത് പ്രധാനമായിട്ട് ഈ സ്റ്റോറി ഇപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് പോകുന്നു, അതിൻ്റെ ഏതെങ്കിലും എടുത്തു, ഓക്കെ,
എഡിറ്റിങ്ങിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഗുജറാത്ത് കലാപവും അതിന് മുന്നേ ഉണ്ടായ ഗോധര ട്രെയിൻ തീവെപ്പൊക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള സിനിമകളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നടന്നത്, അതൊക്കെ ആ സമയത്ത് നടന്നു, അന്നത്തെ ഒരു സാഹചര്യത്തിൽ നടന്നു കഴിഞ്ഞു. ഇപ്പം അത് ഇനി നടക്കാണ്ടിരിക്കുക, ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനെ യൂസ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള സിനിമകൾ എടുക്കാണ്ടിരിക്കുക. ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഫുൾ സ്റ്റോറി ആയിട്ട് എടുക്കുക. അപ്പോൾ എനിക്കാണ് അതിനകത്ത് തോന്നിയത്. ഇത്രയൊക്കെ പറയാനുള്ളത്. സിനിമ നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണുക. ആരുടെ അഭിപ്രായങ്ങൾ കേൾക്കാണ്ടിരിക്കുക. ഇത് അതേപോലെ വലിയ സ്റ്റോറിയുള്ള സിനിമയാണ്. അതിനകത്ത് നല്ലതാണ് മോശമാണെന്ന് മാത്രം പറയണ കേൾക്കാണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് സിനിമകൾക്ക് പോവുക. ഓക്കെ, ബൈ.